സയൻറ്റിഫിക് ടെമ്പർ. 1946 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പ്രപ്പോസ് ചെയ്ത ഒരു ഫ്രേസാണ് സയൻറ്റിഫിക് ടെമ്പർ. സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ്, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്നീ ആശയങ്ങളുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സയൻറ്റിഫിക് ടെമ്പർ. ഈ സെഷനിൽ എന്താണ് സയൻറ്റിഫിക് ടെമ്പർ, അതുപോലെ തന്നെ ഈ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ഈ ക്വാളിറ്റി എങ്ങനെ സയൻസ് പഠിക്കുന്ന ഒരു വ്യക്തികളിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മെയിനായിട്ട് അനലൈസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. സയൻറ്റിഫിക് ടെമ്പർ ഇൻവോൾവ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് ലോജിക്കൽ തിങ്കിങ്, റീസണിങ് ആൻഡ് അവോയ്ഡൻസ് ഓഫ് പ്രിജുഡൈസ്ഡ് ആൻഡ് പ്രീകൺസീവ്ഡ് നോഷൻസ് ഇൻ മേക്കിംഗ് ഡിസിഷൻ. ഏതെങ്കിലും ഒരു തരത്തിലുള്ള സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനിലോ അല്ലെങ്കിൽ സാധാരണ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിലോ ലോജിക്കൽ തിങ്കിങ് ഉപയോഗിച്ചിട്ട്, ലോജിക്കൽ റീസണിങ് ഉപയോഗിച്ചിട്ട് ഒരു തരത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തികളിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇത് സയൻറ്റിസ്റ്റുകൾക്കോ സയൻസ് പഠിക്കുന്ന വ്യക്തികൾക്കോ മാത്രം ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി അല്ല, ഇത് സാധാരണ ജനങ്ങൾക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്, ആൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ പ്രോസസ് ഓഫ് തിങ്കിങ് ആൻഡ് ആക്ടിങ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇറ്റ്സ് ബിയോണ്ട് സയൻസ്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഒരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ടോ സയൻസ് പഠിച്ചത് കൊണ്ടോ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ക്വാളിറ്റി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. സാധാരണക്കാർക്ക് പോലും ഇത് കോൺട്രറി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഓരോ കാര്യത്തെയും, സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോർമലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിനെയും ലോജിക്കലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് റീസൺ ചെയ്ത് അതിൽ നിന്ന് ഡിസിഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതം സയൻറ്റിഫിക് ടെമ്പർ ഉള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഫേക്ക് ന്യൂസാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ആർട്ടിഫിഷ്യലായിട്ട് പ്ലാസ്റ്റിക്കിൽ നിന്ന് എഗ്സ് ഉണ്ടാക്കുകയാണ്, ഫേക്ക് എഗ്സ്. ഇത് മാർക്കറ്റിൽ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ് എന്നുള്ളൊരു ന്യൂസ് വരികയാണെന്ന് വിചാരിക്കുക. കുറേ ആൾക്കാർ, സാധാരണ രീതിയിൽ മനുഷ്യന് വളരെയധികം ക്യൂരിയോസിറ്റി ഉള്ള ഒരു ജീവി വിഭാഗമാണ്. അപ്പോൾ ഇതുപോലുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഈ ക്യൂരിയോസിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഇതിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ആകൃഷ്ടരാകും. അപ്പോൾ ഈ ന്യൂസ് ഇതിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് പ്ലാസ്റ്റിക്കിൽ നിന്ന് എഗ്സ് ഭക്ഷ്യയോഗ്യമായിട്ട് ഉണ്ടാക്കുന്നു, അത് മാർക്കറ്റിലേക്ക് വരുന്നു, അതിൽ നിന്ന് കമ്പനികൾ വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെയുള്ള മനസ്സിലാക്കി ഇത് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്ത് ഇതിനെ അതേപാട് വിഴുങ്ങി മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന വ്യക്തികൾ, ആ വ്യക്തികളെ സയൻറ്റിഫിക് ടെമ്പർ ഒട്ടും ഇല്ലാത്ത വ്യക്തികളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇനി ഇങ്ങനെ ഒരു ന്യൂസ് മുന്നിലേക്ക് വരുമ്പോഴേക്കിന് പ്ലാസ്റ്റിക്കിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു വസ്തു ഉണ്ടാക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ അത് നമ്മുടെ ശരീരം റിജക്റ്റ് ചെയ്യത്തില്ലേ? അതിൽ നിന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കത്തില്ലേ? അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഏത് രീതിയിൽ പ്ലാസ്റ്റിക് എഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും? ഇത് നോർമലായിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എഗ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കില്ലേ എന്നൊക്കെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള വ്യക്തികളിൽ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നു. ദർ ഈസ് നോ ടെക്നോളജി ഓർ കെമിക്കൽസ് അവൈലബിൾ ടു കംപ്ലീറ്റ് ദ മാനുഫാക്ചറിങ് ഓഫ് ഹോൾ എഗ്സ്. Also, it is not economically viable process since normal eggs are available in abundance and at an affordable price. അപ്പോൾ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് എഗ്ഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി ഇതുവരെ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള എഗ്സ് വളരെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള എഗ്സ് മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അഫോർഡബിൾ പ്രൈസിൽ. പിന്നെ എന്തിന് ഇങ്ങനെയുള്ളൊരു മെത്തേഡിലേക്ക് പോകണം? അപ്പോൾ
ഇതൊരു ഫേക്ക് ന്യൂസാണ്. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കുറേ കാലമൊക്കെ ഇപ്പോഴും സ്പ്രെഡ് ചെയ്യുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ ഉള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസിൽ ലോജിക്കൽ തിങ്കിങ് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് ഞാനിവിടെ സൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഇല്ലാത്തൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉറപ്പായിട്ടും ഉണ്ടാകണം. അതെങ്ങനെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? ഒന്നാമതാണ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്. സയൻറ്റിഫിക് ടെമ്പർ ഉള്ള വ്യക്തിക്ക് ഒരു ഫ്രീഡം ഓഫ് തിങ്കിങ് ഉണ്ടായിരിക്കണം. അതായത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ അദ്ദേഹം കൺസിഡർ ചെയ്യണം. എന്നിരുന്നാൽ പോലും ഫൈനലായിട്ട് ആ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. തിങ്കിങ് ഔട്ട് ഓഫ് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരുടെ ചിന്തകൾ ഇൻഫ്ലുവൻസ്ഡ് ആകണം, ചിന്തകളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആകണം, പക്ഷേ സ്വന്തമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. സ്വന്തമായിട്ടുള്ള ചിന്തയായിരിക്കണം എപ്പോഴും ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഗൈഡ് ചെയ്യുന്നത്. അടുത്ത ഗുഡ് ക്വാളിറ്റിയാണ് ക്വസ്റ്റ്യനിങ് ഡീപ്ലി. സയൻറ്റിഫിക് ടെമ്പർ ഉള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആ മേഖലയെക്കുറിച്ച് വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് വളരെ ഡീപ്പായിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിന് റേസ് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വാളിറ്റിയാണ് പ്രാക്ടീസിങ് സോക്രാറ്റിക് ഡിസ്കഷൻ, ആസ്കിങ് ഗുഡ് ക്വസ്റ്റ്യൻസ്. അത് ഈ സയൻറ്റിഫിക് ടെമ്പർ ഉള്ള വ്യക്തി പൊസസ് ചെയ്യേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. ഏതെങ്കിലും ഒരു പ്രസൻറ്റർ ഒരു കൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്ത് അത് ചോദിക്കുക, അതിൽ നിന്ന് ഉത്തരങ്ങൾ തേടുക എന്നുള്ളത് ഒരു ഇൻവെസ്റ്റിഗേറ്ററുടെ അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ ഉള്ള വ്യക്തിയുടെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. ഇതുകൊണ്ടുള്ള ഗുണം ആ ചോദിക്കുന്ന വ്യക്തിക്കും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തിക്കും ഉണ്ടാവും. പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ അത് കാരണമാകും. ഇനി അടുത്തതാണ് റീഡിങ് ക്രിട്ടിക്കലി. ഷുഡ് ബി സ്കെപ്റ്റിക്കൽ ആൻഡ് കെയർഫുൾ റീഡേഴ്സ്. ഇൻവെസ്റ്റിഗേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽസ്, ബുക്സ്, പബ്ലിക്കേഷൻസ് ഒക്കെ വായിക്കുമ്പോൾ സ്കെപ്റ്റിക്കൽ ആയിരിക്കണം. അതിനകത്തുള്ള ഇൻഫർമേഷൻ അതേപോലെ തന്നെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഫൈനലായിട്ട് കണ്ടെത്തണം. ഇനി അടുത്തതാണ് ഇവാലുവേറ്റിംഗ് ദ ക്രെഡിബിലിറ്റി ഓഫ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. കൺക്ലൂഷൻ ഷുഡ് ബി ഡ്രോൺ ഫ്രോം റിലയബിൾ ഇൻഫർമേഷൻ ഓൺലി. റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷനിൽ നിന്ന് മാത്രമേ ഉള്ളൂ കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള, COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിലയബിൾ ഇൻഫർമേഷൻ നമുക്ക് WHO പോലെയുള്ള ഏജൻസീസിൽ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ ഇൻഫർമേഷൻ എടുക്കാവുള്ളൂ, അതിൽ നിന്ന് മാത്രമേ ഉള്ളൂ കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തതാണ് റീസണിങ് ലോജിക്കലി. കൺസ്ട്രക്റ്റീവ്ലി ഡിസ്കസ് ഡിഫറൻസസ് വിത്ത് അതേഴ്സ്. ഇപ്പോൾ രണ്ട് സയൻറ്റിസ്റ്റുകൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യൂ പോയിന്റിൽ അവർക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഡിസഗ്രിമെൻ്റ് പരസ്പരം പറയുക, അതിനെ കൃത്യമായിട്ട് ഓരോരുത്തരുടെ വ്യൂ പോയിന്റിനെയും അനലൈസ് ചെയ്യുക, എന്നിട്ട് രണ്ടുപേരും ഇതിൽ നിന്ന് ഒരു കോമൺ എഗ്രിമെൻറ്റിൽ ഒന്നെങ്കിൽ എത്തിച്ചേരുക. ഡിഫറൻസസ് പിന്നെയും നിലനിൽക്കുകയാണെങ്കിൽ ഓരോരുത്തർ പറഞ്ഞ വ്യൂ പോയിന്റിലുമുള്ള നല്ല ഭാഗങ്ങൾ എടുക്കുക, അഴുക്ക് ഭാഗങ്ങൾ കളയുക. അതാണ് റീസണിങ് ലോജിക്കലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് കെയർഫുൾ ലിസണേഴ്സ് ആയിരിക്കണം സയൻറ്റിഫിക് ടെമ്പറുള്ള വ്യക്തികൾ. മറ്റുള്ളവർ പറയുന്ന കൺസെപ്റ്റ്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് അതിനെ കൺസിഡർ ചെയ്യണം. എന്നിട്ട് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അവസാനം ഡിസൈഡ് ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേറ്റർ
തന്നെയാണ്. Then generating or assessing solutions. In order to derive solutions, scientists should formulate problems clearly, accurately and fairly. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന വ്യക്തി ആ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഫൈനലി ഉണ്ടാക്കണമെങ്കിൽ പ്രോബ്ലത്തെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പോൾ പ്രോബ്ലത്തെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, സയൻറ്റിഫിക് മെത്തേഡ് പ്രൊസീഡ് ചെയ്യുമ്പോൾ സൊല്യൂഷൻസ് കിട്ടില്ല. ഇനി അടുത്തതാണ് റിഫൈനിങ് ജനറലൈസേഷൻ ആൻഡ് അവോയ്ഡിങ് ഓവർ സിംപ്ലിഫിക്കേഷൻ. ഏബിൾ ടു സിംപ്ലിഫൈ ഹൈലി കോംപ്ലക്സ് സബ്ജക്റ്റ് മാറ്റർ വിത്തൗട്ട് ലോസിങ് ദ ഡെപ്ത് ഓഫ് ദ കണ്ടന്റ്. ഇപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റിനെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കണം, ആ കൺസെപ്റ്റിൻ്റെ കണ്ടന്റ് ഒന്നും നശിച്ചു പോകാതെ തന്നെ. ഇനി അടുത്താണ് ഫെയർ മൈൻഡഡ്നെസ്. കൺസിഡർ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ഒപ്പോസിങ് വ്യൂ പോയിന്റ്സ്. ഇപ്പോൾ ഫെയർ മൈൻഡഡ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒപ്പോസ് ചെയ്യുന്ന വ്യൂ പോയിന്റ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരിക്കണം. നമ്മളെ ഒപ്പോസ് ചെയ്യുന്ന വ്യൂ പോയിന്റ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന കൺസെപ്റ്റിൻ്റെ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒപ്പോസ് ചെയ്യുന്ന വ്യൂ പോയിൻ്റ് വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന കൺസെപ്റ്റിൻ്റെ സ്ട്രെങ്ത് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ നോബഡി ഈസ് പെർഫെക്റ്റ് എന്നുള്ളതാണ്. എല്ലാ വർക്കിനും അതിൻ്റേതായിട്ടുള്ള ഡീമെറിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡീമെറിറ്റ്സ് ആരെങ്കിലും പോയിൻ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ അത് മനസ്സിലാക്കിയെടുത്തിട്ട് അതുപയോഗിച്ചിട്ട് ആ വ്യൂ പോയിൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ വർക്കിനകത്തുള്ള പിശക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കണം. Then developing intellectual humility and suspending judgments. Free-minded to acknowledge the limitation of their understanding. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്ന ആർഗ്യുമെൻ്റ് വരികയാണെങ്കിൽ ആ ഒപ്പോസിങ് ആർഗ്യുമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആ പർട്ടിക്കുലർ ഏരിയയിൽ അറിവില്ല എന്നുള്ളതാണ്. അപ്പോൾ അറിവില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഒളിച്ചു വെക്കരുത്, അത് ആ ആർഗ്യുമെൻ്റ് ഉന്നയിച്ച വ്യക്തിയുമായിട്ട് കൺവേ ചെയ്യണം. ഐ ഡോണ്ട് നോ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു വ്യക്തിയും പെർഫെക്റ്റ് അല്ല. ഓരോ സയൻറ്റിഫിക് പ്രൊസീജിയറിലും അതിൻ്റേതായ ഡ്രോബാക്സ് ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ അത് ആരെങ്കിലും പോയിൻ്റ് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പർട്ടിക്കുലർ കൺസെപ്റ്റ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഘട്ടങ്ങളിൽ അത് അറിയില്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. എല്ലാം അറിയുന്ന ഒരു വ്യക്തിയല്ല സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ. അവർ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണ്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ നമുക്ക് ഇങ്ങനെ സമ്മറൈസ് ചെയ്യാം. സയൻസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സിൻ്റെ ഒരു അസംബ്ലേജ് ആണ്. സയൻസ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ എ സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്.